എക്സ്റേയിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരേണ്ടത് കളറുകളാണ്. അപ്പം ഇതിനകത്ത് എയറിൻ്റെ കളറ് ബ്ലാക്ക്, ബോണിൻ്റെ കളർ വരുമ്പോൾ വൈറ്റ് ആയിരിക്കും, അതൊരു ഫ്ലൂയിഡിൻ്റെ കളറും വൈറ്റാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട്. അപ്പോൾ വൈവ എക്സ്റേ സ്റ്റേഷൻ എത്തുമ്പോൾ ഞങ്ങൾ പറയുക ഇറ്റ്സ് പ്ലെയിൻ എക്സ്റേ ഓഫ് ചെസ്റ്റ്, PA view with adequate exposure and rotation so and so, and showing the lung fields, heart, soft tissues and bone. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും എക്സ്റേയിലത്തെ ക്ലൂ, അതിനകത്ത് എന്താ നോർമാലിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. ഈ എക്സ്റേ നോക്കുമ്പോൾ കാണാൻ ഇതാണ് ട്രക്കിയ, ഈ പോകുന്നത് ട്രക്കി ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. സോ ഇവിടെ ഒരു വോളിയം ലോസ് ഉണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ വൈറ്റ് ലൂപ്സ് ആണ് കാണാം. ഒരു സ്റ്റേർണോട്ടമീൻ്റെ ആ വയറുകളാണ് കാണുന്നത്. ഇനി ഈ എക്സ്റേ നോക്കിയാൽ നമുക്ക് ഇവിടെ ഈ ഹൈലത്തിൻ്റെ അവിടെ കുറച്ച് വെള്ള പാടുകൾ കാണാം. ഹൈലാർ ലിംഫഡിനോപ്പതി, ഇറ്റ്സ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ സാർക്കോയിഡോസിസ്. ഈ എക്സ്റേ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വൈറ്റ് കൂടുതലാണ്. സോ ഹിയർ ഈസ് കൺസോൾട്ടേഷൻ. ഈ എക്സ്റേ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ പാരൻകൈമ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണുന്ന പാരൻകൈമ ഈ കളറിൽ, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി പിച്ച് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് എയർ ആണ്. സോ ദിസ് ഇസ് ന്യൂമോത്രാക്സ്. ഈ ഒരു എക്സ്റേ എടുത്ത് നോക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് പാച്ച് കാണാം. സർ പ്ലൂറൽ പ്ലാക്സ് ആസ്ബസ്റ്റോസിൽ കാണുന്നു. ഈ ഒരു എക്സ്റേ നോക്കിയാൽ ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ഹോമോജിനസ് ആയിട്ടൊരു വൈറ്റ് ഓപ്പോസിറ്റ് കാണാം. സോ ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലങ് ബോർഡർ നമുക്ക് ഇവിടെ കാണാം. ദിസ് ഈസ് കോൾഡ് ദി മെനിസ്കേസ്. ദിസ് ഈസ് ലെഫ്റ്റ് സൈഡ് പ്ലൂറൽ എഫ്യൂഷൻ. ഇനി ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് വേണം ഇവിടെ കുറേ ഹെട്രോജനസ് വൈറ്റ് ഒപ്പാസിറ്റി കാണാം. അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക്, അപ്പോൾ ഒരു എയറുള്ളൊരു ഏരിയ ഉണ്ട്. സോറി, എയർ ഫീൽഡിൽ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ക്യാവിറ്റേറ്റീവ് ന്യൂമോണിയാണത്. ഇതിനകത്ത് നോക്കി കാണാം, ഇതാണ് ഇവിടുത്തെ ഡയഫ്രം. അതുപോലെ ഈ സൈഡിലെ ഡയഫ്രമാണ് ഇത്. ഡയഫ്രത്തിൻ്റെ അടിയിൽ നമ്മൾ ബ്ലാക്ക് കാണാൻ പാടില്ല, എയർ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ബ്ലാക്ക് കാണാം. സോ ദർ ഇസ് എയർ അണ്ടർ ഡയഫ്രം. പെർഫറേഷൻ നോക്കിയാണ് ഇത് കാണാം. ഈ എക്സ് നോക്കിയാൽ ഇവിടെ നമുക്കൊരു ഹെട്രോജനസ് ഒപ്പാസിറ്റി കാണാം. ഈ കാണാനപ്പോൾ നമ്മളിത് ഹൊറിസോണ്ടൽ ഫിഷറിൻ്റെ മുകളിലാണ് ഓപ്പോസിറ്റ്. സോ ഇറ്റ്സ് ദി റൈറ്റ് അപ്പർ ലോബ് കൺസോൾട്ടേഷൻ. ഈ എക്സ്റേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെട്രോജനസ് ഒപ്പാസിറ്റി ഇവിടെ താഴെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ഫിഷറും കാണാം. അതുപോലെ ഇവിടെ ഹാർഡ് ബോർഡർ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഹാർഡ് ബോർഡറിൻ്റെ ഫ്രണ്ടിലാണ് കൺസോൾട്ടേഷൻ ഉള്ളത്. ഇങ്ങനെ ഷിൽ ഔട്ട്സ് എന്ന് വിളിക്കുക. അതുപോലെ നമുക്കിവിടെ ഡയഫ്രം നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഡയഫ്രത്തിൻ്റെ മുകളിലാണ് ഈ കൺസോൾട്ടേഷൻ. സോ ദിസ് ഈസ് റൈറ്റ് മിഡിൽ ലോബ് കൺസോൾട്ടേഷൻ. ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊരു ഹെട്രോജനസ് ഒപ്പാസിറ്റി താഴെ കാണാം. അപ്പോൾ റൈറ്റ് ലോവർ സോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഐദർ ഇറ്റ് കുഡ് ബി മിഡിൽ ലോബ് കൺസോൾട്ടേഷൻ ഓർ ദി ലോവർ ലോബ് കൺസോൾട്ടേഷൻ. അപ്പോൾ അതങ്ങനെ ഡിസ്റ്റിങ്ഷൻ ആണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഫിഷറൊന്നും കാണുന്നില്ല. അതുപോലെ ഹാർഡ് ബോർഡർ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഹാർഡ് ബോർഡറിൻ്റെ ബാക്കിലാണ് കൺസോൾട്ടേഷൻ വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഡയഫ്രം കാണുന്നില്ല. അപ്പോൾ ഡയഫ്രമായിട്ട് ചേർന്നിരിക്കുന്ന ലോബിലാണ് കൺസോൾട്ടേഷൻ. സോ ദിസ് ഈസ് റൈറ്റ് ലോവർ ലോബ് കൺസോൾട്ടേഷൻ. അതിൽ ഇതിനകത്ത് നമുക്കിവിടെ ഒരു ഹെട്രോജനസ് ഒപ്പാസിറ്റി കാണാം. അതുപോലെ ആ ഒപ്പാസിറ്റിക്കകത്ത് കുറേ ബ്ലാക്ക് കാണാൻ പറ്റും. അപ്പോൾ എയർ അതിനകത്തുണ്ട്. ദാറ്റ് ഈസ് എയർ ബ്രോങ്കോഗ്രാം. ഇത് കൺസോൾട്ടേഷനാണ്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഹാർട്ടിൻ്റെ സൈസ് ഭയങ്കര കൂടിയിരിക്കുന്നുണ്ട്. ദിസ് ഈസ് കാർഡിയോമെഗാലി. ഈ ഒരു എക്സ്റേ നോക്കിയാൽ നമുക്ക് എന്ത് കാണാം, ഹാർട്ടിൻ്റെ സൈസ് വളരെ വലുതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ പഴയ സ്റ്റേർണോട്ടമീൻ്റെ വയറുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ആർട്ടിഫാക്റ്റ് കാണാം, ഒരു മെറ്റാലിക് സ്ട്രക്ചർ. അത് മൈട്രൽ വാൽവ് റീപ്ലേസ് ചെയ്താണ്, മെറ്റാലിക് വാൽവ് വെച്ച് റീപ്ലേസ് ചെയ്തേക്കണം. അതുപോലെ ഇവിടെ നമുക്ക് റൈറ്റ് ഹാർട്ട് ബോർഡർ ഒരെണ്ണം ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ഷാഡോ കൂടി നമുക്ക് കാണാം, ഡബിൾ റൈറ്റ് ഹാർട്ട് ബോർഡർ ഇവിടെ കാണാം. റൈറ്റ് ആയിട്ട് എൻലാർജ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഷാഡോ എക്സ്ട്രാ കാണാം. അതാണ് ലെഫ്റ്റ് ആയിട്ട് അപ്പൻഡേജ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കരീന നോക്കണം. ഇതാണ് ട്രക്കിയ ഈ വരുന്നത്. ഇതിൻ്റെ ഇങ്ങനെയാണ് കരീന വന്നേക്കുന്നത്. അല്ലേ, ഈ ആംഗിൾ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എട്ടിൽ എൻലാർജ്മെൻ്റാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ചേമ്പറും ഡയലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ എക്സ്റേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ കളറും വ്യത്യാസമുണ്ട്. ഇതാണ് ശരിക്കും ലങ് പാരങ്കൈമ ഈ കളറിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ കാണുന്നില്ല. ഇവിടെ ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ ഫുൾ എന്താണ്, എയർ ആണ്.
അതുപോലെ ലങ് ബോർഡർ നമുക്കിത് ഇവിടെ ഇങ്ങനെ കാണാം, കൊളാപ്സ് ചെയ്ത് കിടക്കുന്ന ലങ്. സോ ദിസ് ഈസ് ന്യൂമോത്രാക്സ്. വീണ്ടും ഇതിനകത്ത് ഇത്രയും ഒരു ഏരിയയിൽ ഫുള്ള് നല്ല പിച്ച് ബ്ലാക്കായിട്ട് കാണാം. ഇതും വീണ്ടും ന്യൂമോത്രാക്സ്, ലങ് കൊളാപ്സ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ എക്സ്റേയിൽ നമുക്ക് ഒരു ഡയഫ്രം കാണാം. ഡയഫ്രത്തിൻ്റെ അടിയിൽ ബ്ലാക്ക് കളർ എയർ കാണാം. അപ്പം എയറിൻ്റെ ഡയഫ്രം. ഈ എക്സ്റേക്ക് അകത്ത് നോക്കിയാൽ ഇത് ആണ് അയോട്ടിക് നക്കിൾ. അത് എൻ്റെ പോണത് അയോട്ടാണ്. അയോട്ട നമുക്ക് ഇങ്ങനെ ടോർഷ്യസ് ആയിട്ട് പോകണതാണ് ഇവിടെ. ന്യൂറസ് ഒക്കെ ഉണ്ടോ, അതാണ് ടോർഷ്യസ് അയോട്ടാണ് ഇവിടെ. ഈ എക്സ്റേക്ക് നമുക്ക് ഇവിടെ ഒരു വട്ടം കാണാം. അതിനകത്ത് ഫുള്ള് എയറാണ്. പാരൻകൈമ കാണുന്നില്ല, എയർ ഫിൽഡ് ഒരു ക്യാവിറ്റി പോലെ. അതിലിവിടെ കാണാം, ഇവിടെ കാണാം. സോ മൾട്ടിപ്പിൾ ബുള്ളൈസ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉണ്ട് ബുള്ളകളാണിത്. ഈ എക്സ്റേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പാരൻകൈമൊക്കെ നോർമലാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഫുള്ള് മട്ടം വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ലങ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ബ്രോങ്കിറ്റൈറ്റിസ് ചേഞ്ചസ് കാണാം. അതുപോലെ ഇവിടുത്തെ വോളിയം കുറവ് കാണാം. കുറേ ഫൈബ്രോസൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. വൈറ്റ് ആണ് ഫൈബ്രോസാണ്. അതുപോലെ ട്രക്ക് ചെയ്യാൻ നമുക്ക് നോക്കിയത് ഇവിടെ വന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ വോളിയം ലോസ് കാരണം ട്രക്കിങ്ങിട്ട് ഡീവിയേഷൻ വന്നേക്കാണ്. അതൊരു മീഡിയസ്റ്റൈനെ മൊത്തം ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇവിടെ ഓപ്പോസിറ്റ് ലങ് ഓവർ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോങ്കിറ്റൈറ്റിസ് ചേഞ്ചസ് ആണ് കാണാം. ഈ എക്സ്റേ നോക്കിയാൽ കാണാം, ഇവിടെ ഈ സൈഡിൽ ലങ് ഓവർ ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മീഡിയസ്റ്റൈനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രക്കിയെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലങ്ങിൻ്റെ പാരൻകൈമൊന്നും കാണുന്നില്ല. സോ ഇറ്റ്സ് റൈറ്റ് ഡിസ്ട്രോയിഡ് ലങ്ങാണ് കാണുന്നത്. ടി ബി ഒക്കെ ഒന്ന് ഡിസ്ട്രോയ്ഡ് ആയി പോയതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു വട്ടത്തൊരു സാധനം എന്താ, സോ ദർ ഇസ് എ ക്യാവിറ്റി ദർ. അതിൻ്റെ ഇവിടെ മുഴുവനും ബ്ലാക്ക്. അപ്പോൾ ഇവിടെ എയർ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അതിൻ്റെ അടിയിൽ മുഴുവൻ വൈറ്റ് കാണാം. ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ദർ ഇസ് എൻ എയർ ഫ്ലൂയിഡ് ലെവൽ, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ് ഇത് കാണുന്നത്. സോ ദിസ് ഈസ് എ കോൺട്രാസ്റ്റ് എക്സ്റേ. ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക് ഇവിടെയാണ് വരിക. ഇതുപോലെ ഡിയോഡിനൊക്കെ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ബേരിയം മീൽ ഫോളോ ത്രൂ ആണ്. ഇവിടെ ബവലിലൊക്കെ ബേരിയം കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കുന്നത് ഇവിടെ കുറേ ഫില്ലിംഗ് ഒപ്പാസിറ്റീസ് കാണാം. ഇവിടെയും കുറേ ഫില്ലിംഗ് ഒപ്പാസിറ്റി ആണ്. ദിസ് ഇസ് ബൈലാറ്ററൽ ന്യൂമോണിയ, മോസ്റ്റ്ലി വൈറൽ ഇൻ ഒറിജിനിലിരിക്കും. അപ്പോൾ സോ ഈ എക്സാം നമുക്ക് കാണുന്നത് ട്രക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ട്രക്ക് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വോളിയം ലോസ് ഉണ്ട്. ഇവിടെ ലങ് മാർജിൻ ഇവിടെ കാണാം. അപ്പോൾ ഇവിടുത്തെ ലോബ് കൊളാപ്സ് ചെയ്ത് പോയേക്കാണ്. അതാണ് ഇവിടേക്ക് വോളിയം ലോസ് വന്നേക്കുന്നത്. മെഡിസിനൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ലങ് ഇച്ചിരി ഓവർ കോമ്പൻസേറ്റ് ചെയ്തതാണ്. ഈ എക്സ്റേക്ക് അകത്തേക്കാണ് ഹാർട്ട് തിരിഞ്ഞിരിക്കാനായിട്ടാണ്. പക്ഷേ എക്സ്റേ എടുത്താണ് പൊസിഷൻ കറക്റ്റാണ്. ഹാർട്ട് ഇപ്പുറത്തേക്ക് റൈറ്റിലേക്കാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് കാണാം, ഇവിടെ ലിവറിൻ്റെ ഷാഡോയും കാണാം. സോ ദിസ് ഈസ് സൈറ്റസ് ഇൻവേഴ്സസ്, മൊത്തം തിരിഞ്ഞിരിക്കുകയാണ്. എഗെയിൻ ഇത് കോൺട്രാസ്റ്റ് എക്സ്റേ ബേരിയം മീൽ ഫോളോ ത്രൂ ആണ് കാണുന്നത്. രണ്ട് സ്റ്റേജിലെടുത്തേക്കാണ്. ദിസ് ഈസ് എ ലാറ്ററൽ എക്സ്റേ. മിഡിൽ റൈറ്റ് സൈഡാണ് കാണുന്നത്. ഈ കാണാണ് മിഡിൽ ലോബ്. ഇത് ഫുള്ള് വൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് റൈറ്റ് മിഡിൽ ലോബ് കൺസോൾട്ടേഷൻ. എഗെയിൻ ദിസ് ഈസ് എ വൈറൽ ന്യൂമോണിയ, ബൈലാറ്ററൽ ഫില്ലിംഗ് ഒപ്പാസിറ്റീസ് ആണ് ഇവിടെ. അഗെയിൻ ഇത് കോൺട്രാസ്റ്റ് എക്സ്റേ ബേരിയം മീൽ ഫോളോ ത്രൂ. Here also you can see the cardiomegaly. It is so big here. Here you can see a large bulla here. Full air. Here also you can see the heart right leg and the you can see the liver shadow here only. So this is dextrocardia. Situs inversus alla. Heart മാത്രം തിരിഞ്ഞിരിക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ബൈലാറ്ററലി ഫില്ലിംഗ് ഒപ്പാസിറ്റീസ് കാണാം. പക്ഷേ നേരത്തെ കണ്ടത് വെച്ചാൽ നേരത്തെ നമുക്ക് പെരിഫറിയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കാൻ നമുക്ക് കുറേ കൂടി സെൻറ്ററിലാണ് ഈ ഫില്ലിംഗ് ഒപ്പാസിറ്റീസ് കാണാൻ പറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ ബാറ്റ് വിങ് സൈൻ എന്ന് വിളിക്കുക. സോ പൾമറഡിമയാണ് ഇവിടെ. ഇതിലൂടെ നമുക്ക് പഴയ സ്റ്റെനോട്ടമിയുടെ വയറുകൾ കാണാം. അതിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മെറ്റാലിക് ഷാഡോ കാണാം. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ വാൽവും കൂടെ അവിടെ ഉണ്ട്. ഓൾറെഡി കാർഡിയക് ഡിസീസുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബൈലാറ്ററൽ ഷാഡോ കൊണ്ട് നമ്മൾ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ പൾമറഡിമാന്ന് വിചാരിക്കും. അതുപോലെ ഇവിടെ നമുക്ക് കോസ്റ്റോണിക് ആംഗിൾ നോക്കണമെങ്കിൽ അതും രണ്ട് സൈഡിലും ബൈലാറ്ററൽ പ്ലൂറൽ ഫ്യൂഷനും കാണാം ഇവിടെ.